വാഷ്റൂം വരെ ഉണ്ടോ അവിടെ? ആണോ? ഓക്കെ ഓക്കെ. കാരണം കേജിനെ കണ്ടിട്ട് വാസുമോൻ ഒരുപാട് കാര്യങ്ങള് കേജിനോട് സംസാരിക്കണം. കാണാം. കേജ് വരുന്ന പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പുള്ളി ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അതാ ഇത് തിരക്കുകൾ കാരണം. ഇപ്പൊ വാസുമോനൊന്ന് ഉപദേശിക്കണം. ഉറക്കം ഭക്ഷണം ഒന്നും ഇല്ല ഇപ്പം. എപ്പോഴും പിള്ളേരുടെ ചിന്ത മാത്രമേ ഉള്ളൂ വാസുമോൻ. ആരുടെ? അല്ല ഞങ്ങളെയൊക്കെ തന്നെ. മറ്റുള്ളവരെ പിള്ളേരെ പറ്റിയിട്ടാണ് ഫുൾ വാസുമോന്റെ ചിന്ത. മറ്റുള്ളവരെ മനസ്സിലായി. പോയോ? എനിക്കിപ്പോ ഒരാൾ ഇവിടെ നിൽക്കുള്ളൂ. ഞാൻ ഒന്നുകൂടെ പുറത്തു വിട്ട് വരാവേ. സോറി ഡിലേ ആയതിൽ സോറി. ചെറിയൊരു പരിപാടിയിലിരിക്കുന്നു. നമുക്കിവിടെ രണ്ട് ഫാക്ടറി ഉണ്ട്. അപ്പൊ എനിക്ക് കാഷ്നട്ട് ഫാക്ടറി. അപ്പൊ അവിടെ മെഷീനറിക്ക് ചെറിയൊരു മെയിൻ്റെനൻസ് ഉണ്ട്. എന്തോ നമുക്കിവിടെ ഒരു കാഷ്നട്ട് ഫാക്ടറി ഉണ്ട്. വേൾഡിലെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് കാഷ്നട്ട്സ് എക്സ്പോർട്ട് ചെയ്യണം. എന്റെ ആക്ച്വലി ഞങ്ങളുടെ മെയിൻ ബിസിനസ് പോലും അതാണ്. അതെ. അപ്പൊ നമ്മള് അതിന്റെ ഒരു ചെറിയ മെയിൻ്റെനൻസ് ആയിട്ട് അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അപ്പൊ അത് എന്നെ എന്താ വെൽക്കം ചെയ്യാൻ? ബിസിനസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള അറിയാലോ. നമുക്ക് നാളെ പോയി നമുക്ക് കണ്ടാലോ. ഉറപ്പായിട്ട് കൊണ്ട് കാണിക്കും. ഇവിടെ നമ്മള് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കുറെ പേര് വന്നായിരുന്നു. അവർക്കൊന്നും ഇതുവരെ നമ്മുടെ ആ ക്വാളിറ്റിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഹൈലി എന്താ പറയാ, ആ ഏരിയ കുറച്ച് ഇതാക്കി വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണേ ഇപ്പൊ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നേരിട്ട് ഉറപ്പായിട്ട് ഞാൻ കൊണ്ട് കാണിക്കാം. ഇല്ല അത് കുഴപ്പമില്ല. നിങ്ങൾ നമ്മുടെ അതിഥികളല്ല. അതിഥികളെ ഞങ്ങള് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്. എന്തായാലും നാളെ നമുക്ക് നമ്മുടെ ഫാക്ടറി ഒന്ന് കാണാം. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ വല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും നോക്കാം. തീരുമാനമായില്ലോ? എന്തെങ്കിലും അറിയോ? എന്തോ കേട്ടില്ല. സ്കൂളിന്റെ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും തീരുമാനം? സ്കൂളിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. അത് കണ്ടുള്ളൂ. ഞാൻ എന്നും മേരിനെ കണ്ടുള്ളൂ. റോഡ് സൈഡിൽ നിന്നിട്ട് രണ്ട് പിള്ളേരെയും കൂട്ടിയിട്ട് എന്തൊക്കെയോ ചെടിയൊക്കെ പറിച്ചോണ്ട് പോണത് റോട്ടിൽ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയില്ല. അതെന്തെങ്കിലും തീരുമാനമാക്കണം. അവിടെ കിടന്ന് സ്കൂളോടെ ഇവരുടെ സംസാരിച്ചിരുന്നു മറ്റു കാര്യങ്ങള്. ഞാൻ ചെറുതായിട്ടൊരു സൂചന പറഞ്ഞായിരുന്നു. നമ്മ കേസായിരുന്നു. നാളെ എങ്ങനെ ഞങ്ങളെ പീഡിയിൽ പോണോ അതോ നിങ്ങളെടുക്കാൻ വന്നാൽ മതി ആധാരമായിട്ട്? ഏതിന്റെ? വീടിന്റെ ആണോ? അല്ല, സ്ഥലത്തിന്റെ. സ്ഥലത്തിന്റെ കേസ് ഓൾറെഡി എനിക്കൊന്ന് ഭരത്ത് ഏരിയയുടെ അടുത്ത് ആധാരം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുന്നാധാരം വേണോ പിന്നാധാരം വേണോ പിന്നീടുള്ള ആധാരം വേണോ എന്ന് ചോദിച്ചെന്നാണ് കേട്ടത്. ഞാൻ അന്നേ പറഞ്ഞല്ലോ, അവളുടെ അച്ഛൻ ഒരു കള്ളനാണ്, അവളും കള്ളിയാണ്. അത് പുള്ളിയുടെ മെയിൻ പരിപാടി തന്നെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കലാണ്. അവള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേജ് 2 വർഷം മുമ്പേ മരിച്ചു പോയിന്ന് ഇവിടുത്തെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് അവളുടെ ഉണ്ടാവും. പോയി ചോദിച്ചാൽ അവള് 2 മിനിറ്റ് സെറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ കുടുംബത്തിൽ നിന്നാണ് അവള് വരുന്നത്. അതുകൊണ്ട് അവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ വാസം എന്ന് പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അത് പൊളിച്ചിട്ടേ ഒരു ബാർ വയ്ക്കാം. പിന്നെ അല്ലാതെ നമുക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് നല്ല 2 അടിച്ച് അതാവുമ്പോ അതിൽ പുഴയുടെ സൈഡും ഓപ്പൺ ആയിരിക്കും. പിന്നെ പുഴയുടെ സൈഡിൽ നല്ല ഫ്രഷ് മീനും കിട്ടും. അടിച്ച് പൊള്ളിച്ച് നല്ല ജാക്ക് ഡാനിയൽസ് 2 പെഗ് ഒക്കെ അടിച്ച് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ബിസിനസിനെ പറ്റി പറയാമല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ചിലവാക്കാം. അതെ പിന്നെ അതല്ലാതെ പിന്നെ നമുക്ക് അതിനെ പറ്റി നല്ലതായിരിക്കും. ആദ്യം ഇതെങ്ങനെ ഇത് തീരുമാനമാക്കും അറിയാം. സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് സിറ്റിയുടെ സൈഡിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കൊടുക്കാം, ഏത് സ്ഥലം മേടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കേജ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരു മര്യാദക്ക് സ്കൂളിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? പ്രിൻസിപ്പളിന്റെ 2 പിള്ളേർ പോകണം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പഠിച്ചു ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ EMS വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും പോലും പുറത്ത് രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ആയി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാ. എന്റെ അഭിപ്രായത്തിൽ ഈ സിറ്റിയിൽ ഞാൻ എന്താ ഇവിടെ സിറ്റിയിൽ വന്ന സമയത്ത് ഈ വില്ലുമോനെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തതാ. ഇവരവന്റെ സ്വന്തം പേര് എഴുതാൻ പോലും അറിയത്തില്ല. പക്ഷെ അവനിപ്പോ ജീവിക്കുന്നില്ലേ? അതൊരു ഈ എഡ്യൂക്കേഷൻ ഇവിടെ ബേസിക് നീഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്കാർക്കും പിള്ളേരില്ലാത്തടത്തോളം കാലം നമ്മൾ ഈ പിള്ളേരുടെ ഭാവി ആലോചിച്ച് ഇതാവണ്ടല്ലോ.
അപ്പൊ എന്തായാലും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോ സ്കൂളിനേക്കാളും എനിക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് പിന്നെ മണി ഫ്ലോ മണിയും മദ്യം അവിടെ ഫ്ലോ ആവൂലേ, ഒഴുകൂലേ അവിടെ. പിന്നെ ആകുമ്പോ നല്ലൊരു സമാധാനമുള്ള സ്ഥലമാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുവിന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഈ പറഞ്ഞ ആള് എന്ന് പറഞ്ഞു എന്നോട്. ഗേൾഫ്രണ്ടിന്റെ മുമ്പിൽ ഒരു എക്സ് ഉണ്ട്. എക്സ് ഉണ്ടല്ലേ? ഓ, ഇനി ആ എക്സും പറഞ്ഞിട്ട് എന്റെ കമ്പനിയിൽ കയറി വരും. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അങ്ങനെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതിന്റെ ഇതിൽ അവകാശം എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു. എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാസു എന്നെ ഒന്ന് ചോദിക്കും. വാസു ഇതിന്റെ അകത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോ കേജ് എന്റെ അടുത്ത് ഇവള് ഇതിന്റെ ആധാരം എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു. അതിൽ ഓണേഴ്സ് ആയിട്ട് എന്നെയും അവളെ ഒരുമിച്ച് മെൻഷൻ ചെയ്തേക്കുന്നു. പക്ഷെ ആള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ അതിന്റെ അടിയിൽ എന്റെ സൈൻ, ഞാൻ അങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് അവളുടെ മറ്റേ കള്ളത്തന്തയും കൊണ്ട് ഉണ്ടാക്കിയ ഫേക്ക് സർട്ടിഫിക്കറ്റ്. ശരി. അപ്പൊ പിന്നെ ഈ വയസ്സിന്റെ ഇതിന്റെ ഒക്കെ കൊണ്ടുവന്നേക്കണതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ലേ? പിന്നെ അല്ലാതെ എന്റെ സൈൻ ഞാൻ അബദ്ധത്തിൽ ഒരു ദിവസം ഇവക്ക് മൂലക്കുരുവാണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ഇതില് മൂലക്കുരു വെട്ടിക്കീറി കളയാൻ വേണ്ടിട്ട് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഈ നമ്മൾ ഈ ഇടയ്ക്ക് അണ്ടിഫാക്ടറിയുടെ മെഷീനറി ഒന്ന് അഡ്വാൻസ്ഡ് ആക്കിയായിരുന്നു. നേരത്തെ നമ്മൾ ഈ ഇവിടുത്തെ പിള്ളേരെയൊക്കെ വെച്ച് തല്ലിയാണ് പാക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അഡ്വാൻസ് മെഷീനറി ആയി. എല്ലാം അണ്ടി വെച്ചു കൊടുത്താൽ മതി. അണ്ടി മുറിക്കും, അണ്ടി വെട്ടും, അണ്ടി പാക്ക് ചെയ്യും, അണ്ടി സ്റ്റിക്കർ ഒട്ടിക്കും, എല്ലാം കറക്റ്റ് എല്ലാം കഴിഞ്ഞ് പ്രോസസ്ഡ് അണ്ടി വെളി വരും. കഴുകിയെടുക്ക. പിന്നെ എല്ലാ കഴിവല്ല, എല്ലാം ഉണ്ട്. കഴിവുണ്ട്, കുലുക്കുണ്ട്, അണ്ടി സംബന്ധമായിട്ടുള്ള എല്ലാ മെഷീൻ തന്നെ ചെയ്യും. ഈ മെഷീൻ മേടിക്കാൻ വേണ്ടി എനിക്ക് പോവാൻ വേണമായിരുന്നു. ഈ സെയിം സമയത്ത് ഇവക്ക് മൂലക്കുരുവിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത് ഇവിടെ ഏൽപ്പിച്ചു. ഇവളാ സൈൻ ചെയ്ത് വെച്ചൊന്നേ, സേവ് ചെയ്ത് വെച്ച് എന്നിട്ട് അത് വെച്ചിട്ട് ആ പരട്ട തന്തയെ വെച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈൻ ചെയ്ത് ഉണ്ടാക്കി അതിനകത്ത് ആ സ്കൂളിന്റെ അതിനകത്ത് ചേർത്തു. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറമാണ് അവള് ഇതൊക്കെ ചെയ്യണത്. ഈ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവരായിട്ടൊരു നമ്മളൊരു ഡീൽ ചെയ്യണത് ഭയങ്കര സൂക്ഷിച്ചു വേണം അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. പിള്ളേരെ ഇങ്ങനെയൊക്കെ വല്ലതും പഠിപ്പിച്ചാലോ? പിള്ളേരെ പഠിപ്പിക്കണല്ലോ സാക്കെ, അവിടെ പഠിപ്പിച്ചാലല്ലേ ഉള്ളൂ. ശരിയാണ്. പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും അറിയണം. ഞാൻ ഇവരോട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല എനിക്ക്. അത് കുടിക്കാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസമായി. ഇതുവരെ ആളെ അപ്പൊ നമുക്ക് അതിനെ പറ്റി ആലോചിച്ചിട്ടേ ചെയ്യാം. സംസാരിക്കല്ലേ പ്ലീസ്. അപ്പൊ വാസു എന്തായാലും നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് നാളെ ഒന്ന് ആലോചിക്കാം. നാളെ ഞാൻ ഫാക്ടറി കാണാൻ വരുന്നുണ്ട്, എന്തായാലും വിളിക്കാം. അതല്ലേ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്ന വെച്ചാൽ ഇന്നത്തെ കൺസൈൻമെന്റിന്റെ കാര്യം കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോ. കൺസൈൻമെന്റില് ഞങ്ങള് മാക്സിമം ഒഴിവാക്കാൻ നോക്കിയതാണ് ഈ മറ്റേ ജെൻജി കുടുംബമായിട്ടുള്ള അടി. നമ്മള് കൺസൈൻമെന്റ് എല്ലാം കഴിഞ്ഞ് ട്രക്ക് എടുത്ത് പോണ വഴിക്കാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ മിസ്റ്റർ പക്ഷെ അത് എല്ലാം ക്ഷമിക്കാം. നമ്മള് ഇന്നലെ സിറ്റുവേഷൻ ഉണ്ടായി, എല്ലാം ക്ഷമിക്കാം. വാസു ഒരു മിനിറ്റ്, ഒന്ന് ഈ എന്റെ ബാക്കിൽ നിൽക്കുന്ന 2 മെമ്പേഴ്സിനോട് ഒന്ന് സൈലന്റ് ആവാൻ പറയാം. ഒന്ന് സൈലന്റ് ആവോ എല്ലാരും. അപ്പൊ മെയിൻ ആയിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. കാരണം ഞങ്ങൾ അവരെ അടിച്ചിട്ട് ഞങ്ങൾ അവരെ ഇതാക്കി എല്ലാം ചെയ്ത് നമ്മൾ അത്രയും പേരെ അടിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം നമ്മുടെ ഒരു 13 പിള്ളേർ അവരുടെ ഒരു 10-27 പേര് അടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടും എനിക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ ഗ്യാങ്ങിൽ ഭയങ്കര പ്രൗഡ് മൊമെന്റ് തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുവായിരുന്നേ. പെട്ടെന്ന് നോക്കുമ്പോ കേജ് ഒരു മെസ്സേജ് അയക്കണം, മിസ്റ്റർ എക്സ് ഊമ്പൻ, മിസ്റ്റർ എക്സ് മൊണ്ണയെന്ന് ഊമ്പൻ നോക്കി. ഇത് കണ്ടു നമ്മൾ തമ്മിൽ എത്ര വർഷം കണ്ടിട്ടുണ്ട് കേജ്. അത് കണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കൂടെ ഓടിയെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടുള്ള സൗഹൃദങ്ങളും നമ്മള് സൗഹൃദ സംഭാഷണങ്ങൾ ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ കൂടെ പോയത്. നമുക്ക് അറിയാവുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു വേറൊരു ഫാമിലി പറയുമ്പോ എങ്ങനെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റും? ഞങ്ങൾക്ക് അത് ഒരുമാതിരി ഭയങ്കര ഫീൽ ബാഡ് ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങളെ പോലെ ഇത്ര റെസ്പെക്ട്ഫുൾ ആയിട്ട്
പിന്നെ ഞാൻ വണ്ടി ചോദിച്ചില്ലേ കത്തിച്ചല്ലേ ഞാൻ പറയണ കാര്യം ഈ സെയിം സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് റേഡിയോയിൽ കോൾ കിട്ടണത് ജെൻജിയുടെ ഒരാളും കൂടെ ബാക്കിയുണ്ടെന്ന്. ഓൺ ദ സ്പോട്ട് നമ്മൾ അപ്പൊ വണ്ടി എടുത്ത് ലാസ്റ്റ് അവനെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് ദിസ് ഈസ് ഫോർ മിസ്റ്റർ എക്സ് യു സ്റ്റുപ്പിഡ് മങ്കി ഫേസ് എന്ന് പറഞ്ഞ അവന്റെ മണ്ടയ്ക്ക് കാലും വെച്ചിട്ടാണ് അവനെ കൊന്നത്. പിന്നല്ല കത്തിച്ചളഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. കത്തിച്ചളഞ്ഞ്. ഇതിപ്പോ നമ്മളെന്തെങ്കിലും ചോദിക്കാൻ അവർക്ക് എന്തെങ്കിലും ഓർമ്മ വേണ്ടേ? അതെ അതിന് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതില് ഏറ്റവും അവസാനം ഉണ്ടല്ലോ ജെൻജിയിൽ ഒരു മെമ്പർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പയ്യനെ ഇവിടെ അടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞൊരു പയ്യൻ ഇതില് ജെൻജിയിൽ ഒരു മെമ്പർ ആ വഴി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ഒരുത്തിനെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് അവന് ഞാൻ എന്റെ ഒരു ഗ്യാങ് വണ്ടി കൊടുത്ത് അവനെ പറഞ്ഞ അവന്റെ ഗ്യാങ് ബസ്സിൽ വിട്ട് അവനെ കണ്ടപ്പം എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പഴയ ഒരു പിത്തൽജി ഉണ്ട് മരിച്ചുപോയ ആള്. പുള്ളിയുടെ മുഖമായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. അവനെ അടിക്കാൻ തോന്നിയില്ല. അവനെ ഞാൻ ആ ദാക്ഷിണ്യത്തിന്റെ പുറത്ത് വിട്ട്. അവനെല്ലാം ഓർമ്മയുണ്ട്. നന്നായി. എന്തായാലും നല്ലൊരു കാര്യമാണ്. അതെ. ഇതിനിപ്പോ തുടർന്ന് പോകാനാണോ തീരുമാനം? എങ്ങനെയാണ് അറിയോ? കാരണം നമ്മുടെ അടുത്ത് ഫോൺ വിളിച്ച പറഞ്ഞ സിറ്റിയിൽ ഇനി ഒരു കൺസൈൻമെന്റ് അവർ നടത്തിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ജെൻജിയാ ഞാൻ വേറെ ഈ സിറ്റിയില് കൺസൈൻമെന്റ് പോയിട്ട് ഇനി അവന്മാര് നടക്കൂല. ടി വി ഇവിടെ ഉള്ളിടത്തോളം കാലം. നാളെ അവന്മാര് ഉടുപ്പിടാതെ വന്നാലും ഉടുപ്പിട്ട് വന്നാലും ഞങ്ങൾ അടിക്കും. അല്ല വസ്തു അത് അല്ലെങ്കിലും അവര് നടക്കും. വണ്ടി മിക്കവാറും പോകും. വണ്ടി സെറ്റ്സ് ഒന്നും ഇല്ലാതെ നടക്കുമ്പോൾ ഞങ്ങൾ പിടിച്ച് പൊടിച്ചോളാം. കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. അതിന്റെ കാര്യം ഞങ്ങളായിരിക്കും. അവന്മാർക്ക് നേരെ നിൽക്കാൻ പറ്റിയാലല്ല അവന്മാർ കൺസൈൻമെന്റിന്റെ ഇടയ്ക്ക് വരുള്ളൂ. മിസ്റ്റർ എക്സ് ഒറ്റ കാര്യം ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് തരാന്നുണ്ടെങ്കിൽ അടുത്ത കൺസൈൻമെന്റിന്റെ ഡേറ്റ് ഞങ്ങളോട് പറ. വേറെ ഏതെങ്കിലും ഫാമിലിക്ക് ഉണ്ടെങ്കിൽ അവര് ഈ ജെൻജിയും ബാക്കി ഏത് ആ കൺസൈൻമെന്റ് 7 അയലത്ത് ഒരു വണ്ടി വരാതെ ടി വി നോക്കിക്കോളാം. പിന്നെ അല്ലാതെ അവർക്ക് എന്തായാലും ഇനി വണ്ടിയൊന്നും ഉണ്ടാവില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. നേരത്തെ ഓർമ്മിപ്പിക്കേണ്ട ഐഡിയ പറഞ്ഞാൽ മതി. അല്ല ഇതേപോലെ ഏതെങ്കിലും വേണമെങ്കിൽ ഒരു കൺസൈൻമെന്റ് പീഡിക്കുമ്പോൾ നമുക്ക് തന്നോളൂ. നമ്മള് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പീഡിക്കാരെ കുറെ പ്രാവശ്യമായിട്ട് ചോദിക്കണം. നിങ്ങൾക്ക് കഴിവുള്ള ആർക്കെങ്കിലും കൊടുക്കും, കഴിവുള്ള ആർക്കെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞു പീഡി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ് പീഡിക്ക്. കാരണം എപ്പോ കൊടുത്താലും നമ്മുടെ കൊണ്ടുപോകണ ഏതെങ്കിലും കൺസൈൻമെന്റ് ഏതെങ്കിലും ആൾക്കാർ കൊണ്ടുപോയി പിന്നെ പീഡി പിടിച്ചതായോ എന്ന് പറഞ്ഞിട്ട് പീഡിയുടെ അടുത്ത് പോയി കൈയും കാലം പിടിക്കാനാണ് നമുക്ക് നേരം. അപ്പൊ ആ പീഡി പിടിച്ചു കൊണ്ടുവന്നാലോ പിന്നെ ഇവരുടെ വണ്ടി തപ്പിയിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ടിരിക്കണം. ഇവർക്ക് വണ്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. വണ്ടി എത്രയ്ക്ക് എടുത്തു, ആർക്ക് കൊടുക്കാൻ എടുത്തു, ഇതൊക്കെ ചടങ്ങാണ്. അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എടുത്തതാ. അത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു പറഞ്ഞു. ഒരു ചാലഞ്ചായിട്ട് അങ്ങോട്ട് പീഡിക്ക് കൊടുത്തു. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പോയി അങ്ങോട്ട് നിങ്ങൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് വരാമല്ലോ. പീഡിക്ക് പിന്നെ കയ്യിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പീഡിക്ക് പറയാൻ പറ്റില്ലല്ലോ അയ്യോ ആരെ കൊണ്ടുപോയി. അത് കിട്ടാണെന്നുണ്ടെങ്കിൽ പീഡി ഞങ്ങൾക്ക് കൊടുത്തരട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ പീഡിക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടക്കിടക്ക് പോയി ചോദിക്കുകയും ചെയ്യാം. അതാണ് കാര്യം. എന്തായാലും നടക്കട്ടെ. ഞാൻ എന്തായാലും നാളെ വാസുവിന്റെ അണ്ടി ഫാക്ടറി കാണാനായിട്ട് ഒരു വിസിറ്റ് വരുന്നുണ്ട്. ചെറിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് കേട്ടുള്ളത്. അതെ ഫാക്ടറി പറഞ്ഞു വെയിറ്റ് ചെയ്യണം. വാട്സിന്റെ അണ്ടി ഫാക്ടറി കാണാനായിട്ട് ഞാൻ വരുന്നുണ്ട്. പ്രൊഡക്ഷനൊക്കെ നടക്കല്ലോ ഇവിടെ. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മുടെ ഓൺ ഇതായതുകൊണ്ട് 4 മാസം കൂടുമ്പോഴാണ് നമ്മള് ടോട്ടൽ വിളവെടുപ്പ് എടുക്കണത്. അപ്പൊ 4 മാസം ഇപ്പൊ ഇന്നലെ മെനഞ്ഞാന്നത് ടോട്ടൽ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത വിളവെടുപ്പ് സമയം ആകുമ്പോഴത്തേക്കിന് ഫാക്ടറി ഇതാവത്തുള്ളൂ. ഇപ്പൊ ഓൾറെഡി നമ്മള് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം വിറ്റു. അതിന്റെ ഒരു കണക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോയത്. വേറെ ആരെ ഏൽപ്പിച്ചാൽ ശരിയാവത്തില്ല. ഞാൻ ഇവിടെ ടിവിയിൽ കുടുംബത്തിലുള്ളവന്മാരെ ഏൽപ്പിച്ച് കുറെ നഷ്ടം വന്നെനിക്ക്. പിന്നെ ഞാൻ തന്നെ എന്റെ അടുത്ത് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് ഒരു PA വെച്ചു. അവള് കള്ളി കുറച്ച് പൈസയും കൊണ്ടുപോയി വേറെ ഏതോ ഒരുത്തന്റെ കൊച്ചുമായിട്ട് വന്ന് പൈസയും പോയി. കൊച്ചിന്റെ തലയിൽ വാച്ചിലുമായി ഞാൻ നാട്ടിൽ മൊത്തം കേസൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തോളൂ. അതിനുശേഷം പിന്നെ PA വെച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് മുന്നിൽ നിന്നെല്ലാം നോക്കുന്നത്. അതായത് പിന്നെ നോക്കിങ്ങോട്ട് നടക്കട്ടെ. ഞാൻ എന്തായാലും നാളെ വന്ന് കാണാം, സംസാരിക്കാം. ഉറപ്പായിട്ടും ഞാനാ എന്റെ മനസ്സിൽ നിന്ന് അവരുടെ വാർച്ച നിങ്ങളത് ഓർത്തിരിക്കണം. അതേ എനിക്ക് പറയുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അത് മറക്കാൻ പാടില്ല. ഹലോ ആരെങ്കിലും ഫോണിലുണ്ടോ? ആവശ്യമുള്ള സമയത്ത് ആരും വിളിക്കില്ലോ. കുഴപ്പമില്ല, വേണ്ട, ഇനി കേൾക്കണ്ട.
അപ്പൊ എന്തായാലും നാളെ നമുക്ക് ഫാക്ടറി കാഷ്യൂനട്ട് ഫാക്ടറി കാണാൻ പോവാം. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ബാക്കി കാര്യം ഞാൻ പറ്റാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ബിസിനസ് ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, എന്നാലും കാണാം. ഞാൻ എന്തായാലും നാളെ കുറച്ച് വണ്ടിയൊക്കെ എടുത്ത് വെക്കാനുണ്ട്. വണ്ടിയും സാമാനം ഇല്ലാണ്ട് കളിക്കേണ്ടി വരില്ല ഇനി. കുരുമുളക് പെപ്പർ അണ്ടി, പെരി പെരി അണ്ടി, അണി അൽഫാം അണ്ടി എല്ലാം കളിക്കേണ്ടി വരില്ല. 51 അച്ഛൻ പോണ ഇന്നലെ നീയാന്ന് പറഞ്ഞ അവന് ജവാന്റെ ഫുള്ള് മേടിച്ചു കൊടുത്തിയാ മയില്.